السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. ബഹുമാനമുള്ള ഉസ്താദുമാരെ, സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, വിദ്യാർത്ഥിനികൾ, നാട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് തുടർന്ന് നടക്കാനിരിക്കുന്ന നമ്മുടെ കുട്ടികളെ പ്രോഗ്രാമുകളൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. ഈ സദസ്സ് കാണുമ്പോൾ വലിയൊരു സന്തോഷം നമുക്കെല്ലാവർക്കുമുണ്ട്. കാരണം ഒന്ന്, മഹാനായ ശൈഖുന ഖാദി മുഹമ്മദ് മുൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ഉസ്താദിൻ്റെ ആത്മീയമായ തർബിയത്ത്, അവിടുത്തെ മദദ് ഈ സ്ഥാപനത്തിന് ഇവിടെ സേവനം ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കൊക്കെ ഉണ്ട് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹു ആ രൂപത്തിൽ തങ്ങൾ ഉസ്താദിൻ്റെ തർബിയത്തും മദദുമൊക്കെ ലഭിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. മറ്റൊന്ന്, നമുക്കറിയാം മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ദീനി ചിട്ടയിൽ ഇസ്ലാമിക വേഷത്തിൽ വളരെ അച്ചടക്കത്തോടുകൂടെ നടക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ്. അത് ഈ സദസ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ചിഞ്ചോമന മക്കൾ ഇസ്ലാമിക വേഷം ധരിച്ച്, നല്ല വെള്ള ഷർട്ട്, തൊപ്പിയൊക്കെ ധരിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു മഹത്തായ വേഷത്തിലാണ് ഈ കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അപ്പുറത്ത് വളരെ ഹിജാബോടുകൂടെ തന്നെ നമ്മുടെ പെൺകുട്ടികളും അവിടെ ഇരിക്കുന്നു. തങ്ങൾ ഉസ്താദ് വളരെയധികം ആഗ്രഹിച്ചൊരു കാര്യം കൂടിയാണ്. ഇംഗ്ലീഷ് മീഡിയങ്ങൾ, സ്കൂളുകൾ, ഭൗതിക കലാലയങ്ങളൊക്കെ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. എന്നാൽ മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ തന്നെ നടക്കുന്ന സ്കൂളുകളൊക്കെ നിയമവിരുദ്ധമായി അല്ലെങ്കിൽ ഒരു മുസ്ലിമിന് യോജിക്കാത്ത രൂപത്തിലുള്ള കലാപരിപാടികളും മാമാങ്ങളുമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മറ്റുള്ള സ്കൂളുകൾക്കൊക്കെ ഒരു മാതൃകയായി കൊണ്ടാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. അതുപോലെ ഇസ്ലാമിക് മോറൽ ക്ലാസ്സുകളും മറ്റുള്ള സ്കൂളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൂടുതൽ സമയം നമ്മുടെ കുട്ടികളെ ആത്മീയമായി വളർത്താൻ ആവശ്യമായ അറിവുകൾ നമ്മുടെ പ്രഗത്ഭരായ ഉസ്താദുമാർ, അൽഹംദുലില്ലാഹ് നമ്മുടെ ഇവിടെ സേവനം ചെയ്യുന്ന ഉസ്താദുമാർ സാധാരണ മുതലിമീങ്ങളല്ല. വ്യത്യസ്ത മദ്രസകളിലൊക്കെ വലിയ പോസ്റ്റിൽ സേവനം ചെയ്യുന്ന ഉസ്താദുമാരാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ ഇവിടെ കുട്ടികളെ തർബിയത്ത് ചെയ്യാനും മോറൽ ക്ലാസ്സുകളൊക്കെ നൽകാനും അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. അല്ലാഹുവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. പ്രത്യേകമായിട്ട് ഈ സദസ്സിൽ നമ്മൾ അനുസ്മരിക്കേണ്ട വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഹസനി. അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ഈ സദസ്സിന്റെ മിഥിൽ സവാബ് അവരെ ഖബറിലേക്ക് നൽകണേ അല്ലാഹ്. അവരെയും കുടുംബത്തെയും ഞങ്ങളൊക്കെ ഹിസാബും അദാബുമില്ലാതെ സ്വർഗ്ഗലോകത്തിന് ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. വളരെ ആത്മാർത്ഥമായി കുട്ടികളെ ഭാവി ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ നല്ല ആത്മാർത്ഥമായി സേവനം ചെയ്ത ഉസ്താദായിരുന്നു ബഹുമാനപ്പെട്ട ഹസനി ഉസ്താദ്. അള്ളാഹുവിൻ്റെ ഖലാ നമുക്ക് തടുക്കാൻ കഴിയില്ലല്ലോ. ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട സമയത്ത് അവർ പോവുക തന്നെ വേണം. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സേവനം ചെയ്യുന്ന ഉസ്താദുമാർക്കും ഇവിടുത്തെ മാനേജ്മെൻറ്റ് അടക്കമുള്ള മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കൊക്കെ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇൻഷാ
ഇൻഷാ അല്ലാഹ് മൗലിദ് ആരംഭിക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മുടെ കുട്ടികളെ പ്രോഗ്രാമുകളൊക്കെ നടക്കുകയാണ്. കുട്ടികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളൊക്കെ വളരെ അച്ചടക്കമുള്ള നമ്മുടെ ഉസ്താദുമാരെ അനുസരിക്കുന്ന, ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, മാതാപിതാക്കളെ അനുസരിക്കുന്ന നല്ല മക്കളായിട്ട് വളരണം. അള്ളാഹു നമ്മളെ മക്കളൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മക്കളെ കുറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ അനുഗ്രഹമായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യർക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് സ്വാലിഹീങ്ങളായ മക്കൾ. മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരവും നോമ്പും മറ്റു ഇബാദത്തുകളൊന്നും ആ മനുഷ്യന് നിർവഹിക്കാൻ കഴിയില്ല. പിന്നെ ഖബറിലും പരലോകത്തും ഉപകാരപ്പെടുന്ന ഒരു അമല് ഇനി ആ മരിച്ചാക്ക് ഇനി ചെയ്യാൻ കഴിയില്ല. എന്നാൽ മക്കളെ കുറിച്ച് പറയുമ്പോൾ ആ മക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മരിച്ചാലും കിട്ടുന്ന പ്രവർത്തനം. അപ്പം അതുകൊണ്ട് തന്നെ വലിയൊരു നിധിയാണ് നമ്മുടെ മക്കൾ. മക്കളില്ലാത്ത വീടുകളെ കുറിച്ച് മരണ വീട് പോലെയാണെന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ആത്മീയമായി വളർത്തിയെടുക്കണം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കൾ ഈ സദസ്സിലുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മുടെ ഉസ്താദുമാർ അൽഹംദുലില്ലാഹ് നമ്മുടെ കുട്ടികളെ ആത്മീയമായ പുരോഗതിക്ക് ആവശ്യമായ അറിവുകൾ ഇവിടെ വെച്ച് അവർ ഉസ്താദുമാർ നൽകുന്നുണ്ട്. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം വളരെ കുറഞ്ഞ സമയമാണ് സ്ഥാപനത്തിൽ നമുക്ക് കിട്ടുന്നത്. കാരണം മദ്രസന്റെ ക്ലാസ്സുകളും സ്കൂളിൻ്റെ ഒക്കെ എല്ലാം കൂടെ ക്ലാസ് എടുക്കാനുള്ള സമയം മാത്രമാണ് നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നത്. ഉസ്താദുമാർ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നത് ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് വീട്ടിലുള്ള ഉമ്മമാര് പ്രത്യേകിച്ചും രക്ഷിതാക്കള് നമ്മുടെ കുട്ടികളുടെ ജീവിതം ഒന്ന് ശരിക്കൊന്ന് നമ്മൾ നോക്കണം. ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചെല്ലണം എന്നുള്ളത് ഉസ്താദുമാർ ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർ ബിസ്മി ചെല്ലുന്നുണ്ടോ ഇല്ലേ എന്ന് ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാണ്. വീട്ടിൽ വെച്ച് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ, അതുപോലെ വെള്ളം കുടിക്കുമ്പോൾ ഏത് കൈ കൊണ്ടാണ്, അതുപോലെ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ, ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെതായ ദിക്റുകളൊക്കെ ചെല്ലുന്നുണ്ടോ, ഉറങ്ങുന്ന സമയത്ത് ചെല്ലേണ്ട ദിക്റുകൾ ചെല്ലുന്നുണ്ടോ, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യിക്കേണ്ടത് കൂടുതൽ ഉത്തരവാദിത്വം ഉമ്മമാർ രക്ഷിതാക്കൾക്കാണ്. അപ്പൊ അതുകൊണ്ട് ഉമ്മമാരോട് രക്ഷിതാക്കൾ ഓർമ്മപ്പെടുത്താനുള്ളത്, ഉസ്താദുമാർ ഇവിടെ നൽകുന്ന കാര്യങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യാൻ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് സമയം അതിനുവേണ്ടി നമ്മൾ കണ്ടെത്തണം. അല്ലാഹു തആല നിലക്ക് നമ്മുടെ കുട്ടികളെ ഉഖ്റവിയായ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന സാലിഹീങ്ങളായ മക്കളെ കൂട്ടത്തിൽ നമ്മളെ മക്കളെയും ഇവിടെ പഠിക്കുന്ന എല്ലാ മക്കളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് മൗലിദ് നടക്കാനുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.